ഇല്ല, ഞാനാ വഴിക്കില്ല. ജീവനെ കൊത്തിയുള്ള ആരെങ്കിലും ആ വഴിക്ക് വരുമോ എൻ്റെ പൊന്നുമോനെ? എന്നാലും അന്നെൻ്റെ മനസ്സിൽ പ്രതീക്ഷയുടെ ഒരംശം ബാക്കിയുണ്ടായിരുന്നു. ആരെങ്കിലും വരും. പാടത്തിൻ്റെ നടുവിലൂടെ നടന്ന് അക്കരെ എത്തേണ്ടവരായി ആരെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. വീട്ടിൽ ചെന്നാൽ അടി കിട്ടും. പക്ഷേ എൻ്റെ മനസ്സിൽ അതായിരുന്നില്ല ഭയം. എന്നെ സന്ധ്യയ്ക്ക് മുമ്പ് കടയിലേക്ക് അയച്ചതായിരുന്നു. സൈക്കിൾ വേല കണ്ട് നിന്നുപോയി. എല്ലാം കഴിഞ്ഞ് നല്ലവണ്ണം ഇരുട്ട് വീണ് കഴിഞ്ഞപ്പോഴാണ് ബീഡി വാങ്ങാനാണ് ഞാൻ വന്നതെന്ന വിവരം ഓർത്തത്. അപ്പോൾ എൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയത് ഇങ്ങനെയായിരുന്നു: ഇവിടെ വരെ കുഴപ്പമില്ല. ഒരാഴ്ച മുമ്പായിരുന്നെങ്കിൽ താഴേക്ക് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തേനെ. പക്ഷേ ഇപ്പോഴതിനും ധൈര്യം വരുന്നില്ല. പാടം കഴിഞ്ഞ് കയറുന്ന ഇടവഴിയുടെ തൊട്ടടുത്താണ് വസൂരി വന്നു മരിച്ച തേവിത്തള്ളയെ കുഴിച്ചു താഴ്ത്തിയത്. കഴിഞ്ഞയാഴ്ച രാത്രിയിൽ അതുവഴി നടന്നുകൂടാ. ദുർമരണമാണ്, അതും അമ്മ വിളയാട്ടം. പാടം വഴിക്കാണോ? അല്ല. എന്താ, കുട്ടിക്കാവടിയാണോ പോണ്ടത്? ആ അതെ. പിന്നെന്താ പോവാത്തത്? ഒറ്റയ്ക്ക് പോവാൻ പേടിയാ. ഇപ്പോൾ ഈ സമയത്ത് എവിടെ പോയതാ? കടയില് ബീഡി വാങ്ങാൻ പോയതാ. ആർക്ക്? അച്ഛന്. എന്നെ ആ പാടത്തിന്റെ അപ്പുറമുള്ള ഇടവഴിയിലാക്കിയാ മതി. ആ ശരി, വാ. ഇടവഴിയുടെ അടുത്താണോ വീട്? അല്ല, അവിടുന്ന് കുറെ പോണം. പിന്നെ അവിടം വരെ കൊണ്ടുവിട്ടാൽ? അവിടെ ഞാൻ തനിച്ചു പോക്കോളാം. അവിടെയാ തേവിത്തള്ളനെ കുഴിച്ചിട്ടത്. ഏത് തേവിത്തള്ള? വസൂരി ദീനം പിടിച്ച് ചത്തുപോയില്ലേ, ആ മണ്ട പോയ തെങ്ങിന്റെ ചോട്ടിൽ അവരെ കുഴിച്ചിട്ടത്. മരിച്ചുപോയവരെ കുട്ടിക്ക് പേടിയാണോ? അതെ. അയ്യോ, ഇവിടെയല്ല, കുറെ കൂടി പോണം. എൻ്റെ കയ്യിലുള്ള പൈസ എടുത്ത്. മര്യാദയ്ക്ക് തന്നോ, ഇല്ല നിന്റെ കഴുത്തേരിച്ച് നിന്റെ കയ്യിലുള്ള കാശ് കൊടുത്ത് ഞാനങ്ങ് പോകും. ഇങ്ങോട്ട് എടുക്കടേക്ക. വീട് എവിടെ? ഓടിക്കോ, ഞാൻ ഇവിടെ നോക്കിക്കോളാം. അന്നെനിക്ക് തിരിഞ്ഞു നോക്കാൻ ധൈര്യം വന്നില്ല. അയാളൊരു പക്ഷേ പുറകിലുണ്ടാവുമോ? തേവിത്തള്ളയുടെ പ്രേതത്തെക്കുറിച്ചും മണ്ടപോയ തെങ്ങിനെക്കുറിച്ചും ഓർമ്മ വന്നില്ല. അല്പം കൂടി ഓടിയിട്ട് കിതപ്പോടെ നിന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഭയമുണ്ടായിരുന്നില്ല. പകരം ആ മനുഷ്യനിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു. തേവിത്തള്ള എന്ത് പാവം.